നമസ്കാരം. ചരിത്രത്തിൻ്റെ തിരിശേഷിപ്പായി കാത്തു സൂക്ഷിക്കപ്പെടേണ്ട പവിത്രമായ ഒരു സ്ഥലത്ത് മത്സ്യ മാർക്കറ്റ് തുടങ്ങുന്നു എന്ന വേദനിപ്പിക്കുന്ന വാർത്തയുടെ പശ്ചാത്തലത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള മലയാള കവിയാണ് മഹാകവി കുമാരനാശാൻ. കുമാരനാശാൻ്റെ ജീവിതയാത്ര തുടങ്ങുന്നത് ചിറയൻകീഴിനടുത്ത് കായിക്കരയിലെ തൊമ്മൻ വിളാകത്ത് വീട്ടിൽ നിന്നാണ്. 1873 ഏപ്രിൽ മാസം 12-ാം തീയതി ഈ വീട്ടിലാണ് നാരായണൻ പെരുങ്കുടി എന്ന കച്ചവടക്കാരൻ്റെയും കാളിയമ്മയുടെയും 9 മക്കളിൽ രണ്ടാമനായി മഹാകവി കുമാരനാശാൻ ജനിക്കുന്നത്. ഇനിയുമുണ്ട് ആ വീടിന് പ്രത്യേകത. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ പിന്നീട് തൻ്റെ ചിന്നസ്വാമിയായി മാറിയ മഹാകവി കുമാരനാശാനെ ആദ്യമായി കാണുന്നത് ആ ഭവനത്തിൽ വെച്ചായിരുന്നു. വലിയ ഗുരുഭക്തനായിരുന്ന നാരായണൻ പെരുങ്കുടി ശ്രീനാരായണ ഗുരുദേവനെ തൻ്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലുകയായിരുന്നു. ചരിത്ര പ്രാധാന്യമുള്ള ആ കൂടിക്കാഴ്ച നടക്കുന്ന സമയത്ത് കുമാരനാശാന് ഏതാണ്ട് 17 വയസ്സിന് മുകളിൽ പ്രായം കാണും. അസുഖബാധിതനായി വീട്ടിൽ കഴിയുകയായിരുന്നു കുമാരനാശാൻ ആ സമയത്ത്. അവിടെ വെച്ച് ഗുരു ആശാനോട് ചോദിക്കുന്നു, കുമാര, നമ്മോടൊപ്പം പോരുന്നതിന് നിനക്ക് സമ്മതമാണോ എന്ന്. യാതൊരു മടിയും കൂടാതെ ആശാൻ അതിന് സമ്മതം മൂളുന്നു. ചരിത്രത്തിൽ അപൂർവമായി മാത്രം കാണാൻ കഴിയുന്ന ഒരു ഗുരുശിഷ്യ ബന്ധത്തിന് തുടക്കമിടുകയായിരുന്നു അന്നവിടെ. ഇന്നിപ്പോൾ വാർത്ത വരുന്നു, തൊമ്മൻവിളാകം തറവാടിരുന്ന സ്ഥലത്ത് മത്സ്യമാർക്കറ്റ് തുടങ്ങുന്നുവെന്ന്. വലിയ ലോറികളിൽ മീൻ കൊണ്ടുവരുന്നതിന് റോഡും തയ്യാറായി കഴിഞ്ഞ നിലയ്ക്ക് ഈ വാർത്ത വിശ്വസനീയമാണെന്ന് കരുതേണ്ടിയിരിക്കുന്നു. കടൽ തീരത്തു നിന്നും അവിടേക്ക് മീൻ എത്തിച്ച് വിൽപ്പന നടത്താനാണ് ശ്രമം. ആശാനെ സ്നേഹിക്കുന്നവർക്ക് മാത്രമല്ല, ഗുരുഭക്തർക്കും സഹിക്കാവുന്നതിനുമപ്പുറമാണ് ഈ വാർത്ത. തൊമ്മൻവിളാകം തറവാട്ടിൽ ഒടുവിൽ താമസിച്ചത് ആശാൻ്റെ അമ്മയുടെ അനുജത്തിയായിരുന്നു. മക്കളില്ലാത്ത അവരെ ചില ബന്ധുക്കൾ വർഷങ്ങൾക്ക് മുമ്പ് കൂട്ടിക്കൊണ്ടുപോയതോടെ തറവാട് നോക്കാൻ ആളില്ലാതെ തകരുകയും ചിലർ അവിടം കയ്യേറുകയുമായിരുന്നു. തറവാടിരുന്ന സ്ഥലം ഇപ്പോൾ പള്ളിപ്പുരയിടമെന്നാണ് അറിയപ്പെടുന്നത്. 2 ഏക്കറോളം വരുന്ന വസ്തുവിൻ്റെ ചില ഭാഗങ്ങൾ ഓരോ കാലത്തായി അവകാശികളായിരുന്നവർ പലർക്കുമായി വിറ്റു. നോക്കാൻ ആളില്ലാതെ കിടന്ന് അവശേഷിച്ച ഭാഗങ്ങൾ പല കാലങ്ങളായി പലരും കയ്യേറി. അങ്ങനെ കയ്യേറിയ ഭൂമിയിൽ തൊമ്മൻവിളാകം തറവാടിരുന്ന ഭൂമിയും ഉൾപ്പെട്ടു. കേരളത്തിൻ്റെ സാംസ്കാരിക മനസാക്ഷി ഉണരേണ്ടുന്ന സമയമാണിത്. ശിവഗിരി മഠവും SNDP യോഗവും ഇക്കാര്യത്തിൽ പുലർത്തുന്ന നിസ്സംഗത വെടിയണം. മഹാകവിയുടെ മാത്രമല്ല, ഗുരുവിൻ്റെയും പാദസ്പർശം പലതവണ നുകരാൻ ഭാഗ്യം സിദ്ധിച്ച മണ്ണാണിത്. ആ ഭൂമി ഏതു വിധേനയും ഉചിതമായി സംരക്ഷിക്കപ്പെടണം. ചരിത്രത്തിൻ്റെ തിരിശേഷിപ്പുകളിലൊന്നായി ഈ മണ്ണിനെ നിലനിർത്താൻ കഴിയുന്നില്ലെങ്കിൽ സാംസ്കാരിക കേരളത്തിന് കടുത്ത അപമാനമായിരിക്കും അത്. ആധുനിക കേരളത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടി എഴുത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും പോരാടിയ ആ മഹാത്മാവിൻ്റെ ആത്മാവ് ഈ നന്ദികേട് കണ്ട് വേദനിക്കും. 1903 SNDP യോഗം രൂപീകൃതമായപ്പോൾ അതിൻ്റെ ആദ്യ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട മഹാകവി കുമാരനാശാൻ ഒരു മഹാകവി എന്നതിനപ്പുറം സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ മുന്നണി പോരാളിയും കൂടിയായിരുന്നു. നീണ്ട 16 വർഷക്കാലം SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ചതിന് ശേഷം 1919 ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം സ്വയം ഒഴിയുകയായിരുന്നു. ആ നിലയ്ക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ ചിന്നസ്വാമിയായി കൂടി അറിയപ്പെട്ടിരുന്ന മഹാകവി കുമാരനാശാൻ്റെ തറവാടിരുന്ന സ്ഥലം സംരക്ഷിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം മറ്റാരെയും കാൾ SNDP യോഗത്തിനും ശിവഗിരി മഠത്തിനുമുണ്ട്. അതിനുവേണ്ടി നേതൃത്വപരമായ പങ്ക് വഹിക്കാൻ ഈ 2 ശ്രീനാരായണ പ്രസ്ഥാനങ്ങളും തയ്യാറായി ചരിത്രത്തോട് തങ്ങൾക്കുള്ള കടപ്പാട് നിറവേറ്റുമെന്ന പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.